നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നല്ല കിടിലൻ ടേസ്റ്റിലൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളി ടേസ്റ്റിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അത് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ്റെ പീസസ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് ഞാൻ ഒരു ടീസ്പൂൺ സോയാ സോസ്, ഒരല്പം ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു ഒരു അരമണിക്കൂറോളം. അതാണ് ഇപ്പോൾ ഞാൻ ഈ പാനിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ ഒരു സമയത്ത് ഇതുപോലെ സോയാ സോസൊക്കെ മിക്സ് ആക്കി വെച്ച സമയത്ത് എനിക്ക് വീഡിയോ എടുക്കുന്നത് ഞാൻ ഓർമ്മിച്ചില്ല കേട്ടോ. അതിനുശേഷമാണ് വീഡിയോ എടുക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടായത്. അപ്പോൾ ഏതായാലും ഞാൻ ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഓയിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയല്ല. വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത്. അപ്പം ചിക്കൻ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ഞാനത് എഗ്ഗ് ചേർക്കുന്നുണ്ട്, ഒരു സ്വല്പം വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 2 എഗ്ഗ് ഞാൻ എടുത്തിട്ട് ഒരു സ്വല്പം കുരുമുളകും ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതാ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഈ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് കൊത്തിപ്പൊടിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എഗ്ഗും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കടായിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തു. ഒരു 7-8 കഷ്ണം ചെറിയ ഉള്ളി, 7 അല്ലി വെളുത്തുള്ളി, ചെറിയ ഉള്ളിയല്ല വെളുത്തുള്ളി കട്ട് ചെയ്തത് അതങ്ങ് ചേർത്ത് കൊടുത്തു. ചെറുതായിട്ടാണ് കേട്ടോ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. നമ്മുടെ ഈ ഫ്രൈഡ് റൈസിലേക്ക് ഈ വെളുത്തുള്ളിയുടെ ഈ ഒരു ഫ്ലേവർ നന്നായിട്ട് വരണം കേട്ടോ. അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട്. ഉള്ളി ഇതിൻ്റെയൊക്കെ ഫ്ലേവർ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എത്രയും നമുക്ക് വേണോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു സവോള എടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ സമയം നമ്മൾ ഫ്ലെയിം നല്ല ഹൈയിൽ വെക്കണം. എന്നിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ആക്കി ഒന്ന് വാട്ടിയെടുത്താൽ മതി. അതിനുശേഷം 2 ബീൻസ് കട്ട് ചെയ്ത് അതങ്ങ് ചേർത്ത് കൊടുത്തു. ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തു. 2 പച്ചമുളക് അതങ്ങ് ചേർത്ത് കൊടുത്തു. എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പച്ചമുളക് ഒഴിവാക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. നമ്മളിതിലേക്ക് സോയാ സോസ് ചേർക്കുന്നുണ്ട്. അപ്പം അതിലും നന്നായിട്ട് ഉപ്പുള്ളതാണ്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ ഇവിടെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം സോയാ സോസ്. ഞാൻ വളരെ കുറച്ച് സോയാ സോസേ ചേർക്കാമെന്നുള്ളൂ. അത്രയ്ക്കൊരു ഫ്ലേവർ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് വളരെ കുറച്ച്, ഒരു ടീസ്പൂണിൻ്റെ താഴെയേ ഞാൻ ചേർത്തിട്ടുള്ളൂ. നമുക്കിതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തു. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 2 കപ്പ് റൈസാണ് കേട്ടോ. 250 ml കപ്പിന് 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി അതുകൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് അതങ്ങ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുകയാണ്. ഇനി ഞാൻ റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ തലേദിവസമേ ഈ ഫ്രൈഡ് റൈസിനുള്ള റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്
നമ്മൾ സാധാരണ വേവിക്കുമ്പോൾ തന്നെ അതിനകത്തേക്ക് കുറച്ച് ഓയിലും ചേർത്ത് ഒരല്പം നാരങ്ങ നീരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഞാനിത് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3/4% മാത്രമേ ഇത് വേവിക്കുകയുള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ ഇതിങ്ങനെ ഇനി ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ബാക്കി ഇതിൽ കിടന്നങ്ങ് വെന്തിട്ടുണ്ടാവും ഇത്. അപ്പോൾ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള കടായി കുറച്ച് ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഈ ഫ്രൈഡ് റൈസൊക്കെ ചെയ്യുമ്പോഴത്തേന് വലിയ പാത്രത്തിൽ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ഈ റൈസൊക്കെ അങ്ങ് പൊട്ടിയിട്ടുണ്ടാവും, അതൊന്ന് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും വലിയൊരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ പാത്രം എനിക്ക് കുറച്ച് വലുതായിപ്പോയി, ഓവർ വലിപ്പമായതുകൊണ്ട് ഞാനത് എടുക്കാതിരുന്നത്. പക്ഷേ ഇതിന് എടുക്കേണ്ടി വന്നു. അത് നല്ലതായിട്ടുണ്ട്, കാരണം നന്നായിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ പീസസും എഗ്ഗും ഒക്കെ നമ്മുടെ ഈ റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സായി വന്നോളും. ചെറിയ പാത്രമാകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ വലിയ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടങ്ങ് ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു സ്വല്പം പഞ്ചസാര കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ളത് മല്ലിയിലയുടെ തണ്ടാണ് നമ്മൾ ചേർക്കാനുള്ളത്. ഇപ്പോൾ സ്പ്രിംഗ് ഒണിയൻ്റെ ആ തണ്ടാണ് ചേർക്കാനുള്ളത്. പക്ഷേ അത് ഇവിടെ എൻ്റെ കയ്യിലില്ല, ഇവിടെ അങ്ങനെ കിട്ടാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്തത് മല്ലിയിലയുടെ, അത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മല്ലിയിലയുടെ തണ്ട് കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. നമ്മൾ ചേർത്ത പഞ്ചസാരയൊക്കെ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. ഇനി നന്നായിട്ടൊന്ന് ഒതുക്കി കൂട്ടി വെച്ച് കൊടുക്കാം. നമുക്ക് ഈ സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പൊക്കെ പാകമാണോ നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നല്ല കറക്റ്റാണ്. ഇനി ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.